ഹലോ, അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 മണിക്ക് അലാറം വെച്ച് ചേട്ടൻ എന്നെ എണീപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കടന്നുറങ്ങി. പിന്നെ അതിനുശേഷം ഒരു 4:30 ടൈം ആയപ്പോൾ ഞാൻ എണീറ്റ് കുളിച്ച് അങ്ങനെ കിച്ചണിലോട്ട് വന്നപ്പോൾ ഒരു 4:45 ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇത് ഇന്നലെ ചേട്ടൻ പണി മാറ്റി വരുമ്പോൾ കൊടനാട്ടം മുന്തിരി പിന്നെ അതേപോലെ നേന്ത്രക്കായ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സുത്തട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളയപ്പപ്പൊടി മേടിച്ചത്. പക്ഷേ എനിക്കതിൻ്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ്റെ സ്പെഷ്യലാണ് തേൻമുട്ടായി കേട്ടോ. ഞങ്ങൾ ലേസ് മേടിക്കുമ്പോൾ ചേട്ടൻ ഈ ഒരു തേൻമുട്ടായി മേടിക്കും. പിന്നെ കോഴിമുട്ട നമുക്ക് മെയിൻ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ കോഴിമുട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത പരിപാടി ചെയ്യേണ്ടത് ഈ കുപ്പിയിൽ എണ്ണ ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങ ഇട്ടിട്ട് ഉണക്കി ആട്ടിപ്പിച്ച എണ്ണയാണ് കേട്ടോ. 2 കന്നാസ് ഇവിടെ ഇരിപ്പുന്നുണ്ട്. ഒരു കന്നാസ് ഇതാണ് കേട്ടോ. ഒരു കന്നാസത്തെ അവിടെ എടുക്കാണ്ട് വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ തനി നാടൻ വെളിച്ചെണ്ണ കൊണ്ട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈവൻ ഒരു ചമ്മന്തി പോലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടിയും അതേപോലെ ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേക്ക് ഈ പാക്കറ്റ് എണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ തേങ്ങ കൂടുതലൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ വല്ല കടയിൽ നിന്നൊക്കെ വല്ല പായസം വയ്ക്കാനൊക്കെയാണ് കൂടുതലും തേങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേ തലേ തേക്കാനൊക്കെ നമ്മൾ മെയിനായിട്ടും കടയിൽ നിന്നുള്ള ആട്ടിച്ച വെണ്ണയല്ല കേട്ടോ, പാക്കറ്റ് എണ്ണയാണ് മേടിക്കാറ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ശരിക്കും ആട്ടിച്ചിട്ടുള്ള എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വറുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ചോറ് തിളച്ചിട്ടുള്ള വെള്ളം പോയിട്ടുള്ള ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ദേ ആവി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാണ് ശരിക്കും ഇൻഡക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ആവിയോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ആ വെള്ളത്തിനെ തുടച്ച് നീക്കരുത് കേട്ടോ. നമ്മളൊന്ന് ഓഫ് ചെയ്ത് ഇടുക, എന്നിട്ട് ചൂടറിയതിന് മാത്രം നമ്മളത് എന്താ പറയുക തുടയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ കേടുവരും കേട്ടോ, പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ അതേ ഇവിടെ ഈ ചുറ്റും കണ്ടില്ലേ പൊക്കഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അവിടെ തുടയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ തുടയ്ക്കാൻ പാടുള്ളൂ. ആ റൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ആ ഹീറ്റ് ആവണ സൈഡ് ഒരിക്കലും നന്നായിട്ട് നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ, ഇൻഡക്ഷൻ കേടുവരുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ചോറ് വറുക്കലാണ് കേട്ടോ. ചോറ് വറുക്കൽ ഭയങ്കര ഒരു എഫേർട്ട് പിടിച്ചിട്ടുള്ള പണിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കലത്തിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളും, മുഖത്തേക്കും കയ്യിലേക്കൊക്കെ ആവി കയറും കേട്ടോ. ഞാനും പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളം ഊറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലേക്കൊക്കെ വെള്ളമായി നമ്മുടെ കൈയൊക്കെ പൊള്ളി പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. കാരണം കഞ്ഞിവെള്ളം നമ്മൾ ആവശ്യമുള്ളത്, കഞ്ഞിവെള്ളം ചിലർക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആവശ്യമില്ലാത്ത കഞ്ഞിവെള്ളം നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിന് സേഫായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ശരിക്കും വെള്ളയപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ മിക്സ് തയ്യാറാക്കണമെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ പാക്കറ്റിൽ നോക്കിയപ്പോൾ കുറേ ഓപ്ഷൻ അതിൽ കണ്ടു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി എണീക്കുമ്പോഴേക്കും എനിക്ക് ഓരോന്നൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വേഗമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാമല്ലോ. കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്കും സ്വത്തൊട്ടിക്കും പിന്നെ ചേട്ടൻ പണി മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ ചേട്ടൻ കഴിക്കാണ്ടാണ് പോവുക, അത് കാരണം രാവിലത്തേക്കുള്ള കൂടി നമ്മൾ ഉണ്ടാക്കുന്നില്ല. എനിക്കും സ്വത്തൊട്ടിക്കും വൈകുന്നേരം ചേട്ടൻ വരുമ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാലും വേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പം ഞാൻ കഴിച്ചില്ലെങ്കിലും അവർക്ക് ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇന്ന് ചൂടുവെള്ളമല്ല, പച്ചവെള്ളവും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുഴച്ചിട്ട് ശരിക്കും ഒരു അരമണിക്കൂർ നമ്മൾ എടുത്ത് വെക്കണമല്ലോ, അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഈ സ്ലാബുമൊക്കെ നിറച്ച് പാത്രങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
എനിക്കിങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ സ്ലാബ് മേലെ ഇങ്ങനെ നിരന്ന് വെക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ ഈ വെക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ എമർജൻസി ആയിട്ട് ഇങ്ങനെ ഓരോ പാത്രങ്ങളും വെള്ളം കുടിക്കാൻ വരുമ്പോഴും ഓരോന്നും പെട്ടെന്ന് അങ്ങനെ മോരെടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തിയാക്കാൻ പറ്റിയൊന്നും വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ ചെയ്തു പോകുന്നതാണ്. അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ. അപ്പം കൈയോടെ ചെയ്യാൻ പറ്റാത്ത സമയപരിമിതി കാരണം അങ്ങനെ ചെയ്തു പോകുന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ പോലെ മേലെ പാത്രങ്ങളൊന്നും വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ശരിക്കും നമ്മളൊരു പുതിയ വീട് എങ്ങനെ ഉണ്ടാവുക അതേപോലെ നീറ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യം. പക്ഷെ നമ്മൾ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ സാധിക്കില്ല. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഇപ്പം ഞാനും വൃത്തിയാക്കിയാലും ശരിക്കും വൃത്തിയൊന്നും ആവുമൊന്നുമില്ല. അതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പടി തന്നെ ആവും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കാം. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇപ്പോൾ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് കിച്ചൻ്റെ വിൻഡോ സൈഡിൽ ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. 5 ലക്കി ബാമ്പു പ്ലാന്റ് ഞാനിങ്ങനെ ബീറിൻ്റെ കുപ്പികളാണ് കേട്ടോ അതിലാണ് വെച്ചേക്കുന്നത്. വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. മറ്റേ അലങ്കാര കല്ലുകളുണ്ടല്ലോ, കളർ കല്ലുകളൊന്നും ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സെക്ഷനിൽ ഇവനെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ അതുമല്ല കുറേ ചില്ലകൾ പോലെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊന്നും അങ്ങനെ ചില്ലകളൊന്നും വന്നിട്ടില്ല കേട്ടോ. കാണാൻ കുപ്പി അത്ര അഴകില്ലെങ്കിലും സെൻറ്ററിലിരിക്കുന്നവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ മാറ്റി വയ്ക്കുകയാണ്. ചേട്ടനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ചേട്ടന് ശരിക്കും ഒരു 6:30 ടൈം ആവും ചേട്ടൻ എണീക്കാൻ. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ മതിയല്ലോ ആണുങ്ങൾക്ക് ശരിക്കും റെഡി ആവാനൊക്കെ. അപ്പോൾ അവർ കിടന്നുറങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പോയി വിളിക്കും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എണീക്കും, ചിലപ്പോൾ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വൃത്തിയാക്കുകയാണ്. നമ്മൾ ഇൻഡക്ഷനിൽ അങ്ങനെ അഴുക്കൊക്കെ ആയത് ഗ്യാസിലായാലും ശരി, ഇൻഡക്ഷനിലായാലും ശരി, അടുപ്പിലായാലും ശരി, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കറ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുക്കായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണ്. ചൂടാറിയതിന് ശേഷം കേട്ടോ. അപ്പം തന്നെ ക്ലീൻ ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ ഉണങ്ങി പിടിച്ചിട്ട് പിന്നെ അത് പോകാനൊക്കെ ഭയങ്കര ടൈം പിടിക്കും. പിന്നെ അതുമല്ല നമുക്ക് ഇരട്ടി പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലോ. പിന്നെ വൃത്തികേടാവും നമുക്കറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ അപ്പോൾ കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാവുമല്ലോ. പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ട് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കാന്നുള്ള രീതിക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് എന്താണ് ഇപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ മുട്ടക്കറി ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴുങ്ങി കിട്ടും. പിന്നെ മുട്ട അങ്ങനെ പൊട്ടി പോകുന്നില്ല കേട്ടോ. പിന്നെ അതുമല്ല മുട്ടയ്ക്ക് പ്രത്യേക ഉപ്പ് രസം ഉണ്ടായിരിക്കും. മറ്റേത് നമ്മൾ ഉപ്പിടാതെ ചെയ്യുമ്പോൾ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റല്ല ഉണ്ടാവുക. ഉപ്പിടുകയാണെങ്കിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ഇറങ്ങിയിട്ട് ഉപ്പുണ്ടാവും. ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ചപ്പാത്തിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചു കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരത്തി വയ്ക്കാം. പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഞാൻ ഇന്ന് ചെയ്യുന്നതാണ് കേട്ടോ. മറ്റേത് ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ ഒരു ഉണ്ട എടുത്ത് അത് പരത്തി അത് ചൂടാട്ടിട്ട് പിന്നെ അടുത്ത ഉണ്ട എടുത്ത് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ചെയ്തപ്പോൾ കുറച്ച് സിമ്പിളായ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോയി, പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി, പെട്ടെന്ന് തന്നെ പണി തീർന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാനങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല. എന്നാലും പഠിച്ച് കുഴപ്പമില്ലാണ്ട് കറക്റ്റ് റൗണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പറഞ്ഞ പോലെ പരത്തണ സാധനം കറക്റ്റായിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകും കേട്ടോ. ഈ നിലത്തൊന്നും ഇട്ടിട്ട് ഞാൻ ചെയ്യില്ല. ചിലരൊക്കെ നിലത്തൊക്കെ ഇട്ടിട്ട് ചെയ്യണത് കണ്ടിട്ടുണ്ട് കേട്ടോ. നിലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലാബിൻ്റെ മേലേക്ക്. പക്ഷേ എനിക്കൊരു കംഫർട്ട് തോന്നണില്ല. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ചെയ്യാറ് ഈ മറ്റേ പ്രസ്സൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി എടുത്ത് കമുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചപ്പാത്തി പരത്തുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പരത്തുന്ന സാധനമില്ലേ, അതായത് നമ്മൾ വെച്ചിങ്ങനെ
മറ്റേ സാധനമല്ല, ഉരുട്ടണതല്ല, മറ്റേ അടിയിൽ വെക്കുന്നില്ല. അപ്പം അത് ഒരു ദിവസം ഇതേപോലെ കൊപ്ര വെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കൊപ്ര വെട്ടാൻ എടുത്തപ്പോൾ കൊപ്ര വെട്ടിയപ്പോൾ അത് 2 പീസായിട്ട് പൊളിഞ്ഞു പോയി. അപ്പം അത് കാരണം അത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മുട്ട അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി ഇതേ ഞാൻ ഓരോ സെക്ഷൻ ചെയ്തിട്ട് ഇതേ ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചപ്പാത്തിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കനം കുറയുന്നതിനനുസരിച്ച് ശരിക്കും 2 ലെയർ സെപ്പറേറ്റ് നമുക്ക് വരുന്ന പോലെ കാണാൻ പറ്റും. നല്ല കട്ടികളാണെങ്കിൽ സെപ്പറേറ്റ് ആ ലെയർ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കാസറോളിൽ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി പരത്തുന്ന സമയത്തൊക്കെ ആവി എടുത്തിട്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എക്സോ ഫാനൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ചപ്പാത്തി പരത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഞാൻ അത് കാരണമാണ് വന്ന ഉടനെ ജനലിൽ തുറക്കാഞ്ഞത്, നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ 4:45 സമയത്താണ് ഞാൻ കിച്ചണിലോട്ട് വന്ന്. ഇപ്പം ഏകദേശം ഒരു 5:15 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടപ്പോൾ ആ ജനലിൻ്റെ അടുത്ത് നിന്നപ്പോൾ കുറച്ച് തണുപ്പ് കാറ്റൊക്കെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഇനി സ്വത്തുട്ടി എണീക്കുമ്പോഴേക്കും എല്ലാ പരിപാടികളും ഒന്ന് ചെറുതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ ആവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഇത്തിരി ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരെ കാണുക, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്നവരാണ് ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലും ഹൗസ് വൈഫ്, ഞാൻ കൂടുതലും സ്ത്രീകളെ അല്ലെങ്കിൽ എന്താ പറയുക വുമൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അല്ലാണ്ട് ജെൻസിനെ ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നില്ല. ചില സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജെൻസിനും ഫോക്കസ് ചെയ്ത് വരും. പക്ഷേ കൂടുതലായിട്ടും വരുന്നത് നമ്മളെ വീട്ടമ്മമാർ, പിന്നെ അതേപോലെ സ്ത്രീകൾ, പെൺകുട്ടികൾ, അങ്ങനെയുള്ള ആ ഒരു സെക്ഷനിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പം അത് കാരണം നിങ്ങൾക്ക് താല്പര്യമാണ്, ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരു സമയത്ത് അവന് അത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏത് സമയത്തും കഴിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ അറിയാണ്ട് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. അങ്ങനെയാണ്, നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കൂല കേട്ടോ. അപ്പോൾ അനാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2-3 ദിവസം മുന്നേ മേടിച്ചതാണ്. അപ്പോൾ ഒരു അനാറിൻ്റെ പകുതി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുള്ളൂ. അങ്ങനെ മൊത്തമായിട്ടൊന്നും കൊടുക്കാറില്ല. അപ്പം ഞാനൊന്നും അങ്ങനെ കൊടുത്ത് കഴിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ടീസ്പൂൺ വായിലിടുന്നല്ലാണ്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസം ആയ കാരണം അതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ ഞമിങ്ങി കിടക്കണ പോലെ, അതായത് കേട് വന്ന പോലെ കളർ വ്യത്യാസമൊക്കെ വന്നിരിക്കുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജ് ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ചൂടൊക്കെ ഇതായിട്ടാണ് തോന്നുന്നത്. ആകെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആകെ ചെളിഞ്ഞു പോവുക അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെ അളിഞ്ഞു പോയേക്കണ പോലെ കേട്ടോ. അപ്പോൾ ഞാനത് നോക്കുകയാണ്. എനിക്കാണെങ്കിൽ പുഴു വരണ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പക്ഷെ പുഴുവിനൊന്നും കണ്ടില്ല. പക്ഷെ കളർ വ്യത്യാസമായിട്ടുള്ള അളിഞ്ഞിട്ടുള്ള ആ ഒരു സൈഡ് ഞാൻ മാറ്റി കളഞ്ഞിട്ടാണ് മറ്റേ നല്ല ഭാഗം മാത്രം എടുത്തിട്ടാട്ടോ മാറ്റി വെച്ചത്. അപ്പോൾ സ്വത്തുട്ടിക്ക് അവ എണീറ്റ് ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് അവന് കൊടുക്കാമല്ലോ. രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിക്കുമെന്ന് അറിയില്ല. ചപ്പാത്തി ഇതേപോലെ ചായയിൽ മുക്കിയിട്ടൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. എനിക്ക് കഴിക്കാനറിയില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഞാനിത് ചെയ്തത് മാങ്ങ, ഇന്നലെ മാങ്ങയെക്കൊണ്ടൊരു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ പോയി കാണണേ. ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നലെ മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, മൂവാണ്ട മാങ്ങ ജ്യൂസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ 1 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മാങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പച്ചമാങ്ങയോട് ജ്യൂസോ പുളിക്കില്ലേ എന്നൊക്കെ. പക്ഷെ പുളിക്കൊന്നുമില്ല, നല്ല സൂപ്പറായിട്ടുള്ള ഓറഞ്ച് ജ്യൂസൊക്കെ പോലുള്ളൊരു പ്രത്യേക തരം ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ മാംഗോ ജ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ അതേ കഷ്ണം ചെറുതായിട്ട് മുറിക്കുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മിക്സിയുടെ ജാറ് ഭയങ്കര കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ചെറിയ പീസാക്കിയിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കേണ്ടി വരും. പിന്നെ അതുമല്ല, ശരിക്ക് അരഞ്ഞ് കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇന്നലെ അതേപോലെ ജ്യൂസ് ഉണ്ടാക്കിയപ്പോൾ അത് ശരിക്കും അരയാത്ത കാരണം
മാങ്ങ അതേപോലെ വേസ്റ്റായിട്ട് പോയിട്ട് നമുക്ക് അങ്ങനെ വരുമ്പോൾ വേസ്റ്റല്ലേ, ഇപ്പോൾ 2-3 പേർക്ക് ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ അവിടെ വേസ്റ്റായിട്ട് പോവല്ലേ. പിന്നെ അതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് പിന്നെ ആ ബാക്കി ആ ഒരു അരയാത്ത സെക്ഷൻ എടുത്ത് അതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ച് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഒരു മാങ്ങ ഉണ്ടെന്നോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഇഞ്ചിയുടെ കഷ്ണം, ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു വോമിറ്റിങ്ങിനുള്ള ആ ഒരു ഇതൊന്നും വരില്ല. പിന്നെ കുറച്ചിത്തിരി നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിക്കുക, മിക്സിയിൽ അടിക്കുക. നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ജ്യൂസിനേക്കാൾ നല്ലതാണ് ഇങ്ങനത്തെ. ഇപ്പം മാങ്ങ സീസൺ ആണല്ലോ, എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ മാങ്ങ. അപ്പം അങ്ങനെ അടിച്ചു കൊടുത്തേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോത്തുട്ടി ഇങ്ങനെ മുന്നൊന്നും കുടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കളിക്കണതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ നമ്മൾ പച്ചക്കറി ഇടുന്നതൊക്കെ ഈ ഒരു മുറത്തിലാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ മുറാണിത്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ ചീനിരിക്കണത്. 2 ദിവസമായിട്ടുള്ളൂ പച്ചക്കറി മേടിച്ച്. പക്ഷേ നമ്മൾ 70 രൂപയ്ക്ക് ഒരു കിറ്റ് മേടിക്കുന്നതാണ് കേട്ടോ. അതിന് ഞാൻ 70 രൂപയ്ക്ക് ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് 2 ദിവസത്തിനായിട്ട് എടുക്കും. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ചൂട് കാരണം തോന്നുന്നു അളിഞ്ഞു പോവുകയാണ് എല്ലാ സാധനങ്ങളും കേട്ടോ. അപ്പോൾ അത് കാരണം മത്തങ്ങയൊക്കെ ഞാൻ എടുക്കാണ്ട് വെച്ചതായിരുന്നു. മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ അതൊക്കെ അളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിക്കുകയാണ് കേട്ടോ. ഈ മത്തങ്ങയും ഈ കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് അളയുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത് കാരണം മിനിഞ്ഞാന്നൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ ഭയങ്കര കേട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ ഈ മുറത്തിലൊക്കെ പുഴു വരുള്ളൂ. എനിക്ക് പുഴു ഭയങ്കര പേടിയാണ്. അത് കാരണം ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് നോക്കും കേട്ടോ. എനിക്കിഷ്ടമല്ല അങ്ങനെ എവിടെയെങ്കിലും ഒരു പുഴു കണ്ടാൽ മതി, ആ പുഴുവിനെ പിന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ കാണും. അതേപോലെ തന്നെ മേലിൽ കൂടെ കരിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാതും ഞാൻ വൃത്തിയാക്കി വെക്കുകയാണ്. പച്ചമുളകിലും കാര്യങ്ങളിലൊന്നും വന്നിട്ടില്ല. പക്ഷെ കുമ്പളങ്ങയും മത്തങ്ങയും മാത്രമാണ് ഇതായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പുഴു ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ മേലത്തെ ഭാഗം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മെൽട്ടായിരിക്കണ പോലെ അയക്കണം. അപ്പോൾ അത് കാരണം മേലത്തെ ഭാഗം കളഞ്ഞിട്ട് അടിയത്തെ ഭാഗം എടുക്കാൻ പറ്റുമോ നോക്കി കേട്ടോ ഇതിൻ്റെ മത്തങ്ങയുടെ. പക്ഷേ ചെറുതായിട്ടൊക്കെ കിട്ടി. പക്ഷെ കുമ്പളങ്ങയുടെ ഒക്കെ ഒന്നും കിട്ടിയില്ല. കുമ്പളങ്ങ മൊത്തം പോയേക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70 രൂപയുടെ ഒരു പച്ചക്കറി കിറ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഞങ്ങളെ പോലുള്ള ഒരു ഫാമിലിക്ക് സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തിനോ അല്ലെങ്കിൽ 3 ദിവസത്തിനൊക്കെ കറി വെക്കാം കേട്ടോ. ഇവിടെ ഞാൻ 2 ദിവസം സാമ്പാർ വയ്ക്കും കേട്ടോ. അതായത് അത്യാവശ്യത്തിന് കഷ്ണങ്ങൾ കുറേ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പറ്റുമെന്നില്ല. പക്ഷേ കഷ്ണങ്ങൾ പരിമിതമായ രീതിക്ക് കഴിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ദിവസത്തിനൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. പിന്നെയാണ് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര തക്കാളി സബോളയും മേടിച്ചില്ല. ഞങ്ങൾ ഇന്നലെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ തക്കാളി സബോളയൊക്കെ മേടിച്ചു, പക്ഷേ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എന്തിട്ട് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള സാമ്പാർ കഷ്ണം ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറും വെക്കാം, അതേപോലെ മുട്ടക്കറിയും വെക്കാം. മുട്ടക്കറി വെക്കണമെങ്കിൽ എന്തായാലും മെയിനായിട്ട് തക്കാളി സബോളയും വേണമല്ലോ. അപ്പോൾ ഞാൻ തന്നെ നടന്നു കടയിലേക്ക്. അപ്പോൾ അതേ തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ ഇതേപോലെ ആരെങ്കിലും ആ വഴിക്ക് പോകണേ കൊടുത്തയക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആരെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടുത്തെ ചേട്ടൻ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ഇനി അടുത്ത പരിപാടി എന്ന് ചേട്ടനെ റെഡിയാക്കണം, ചേട്ടനെ പറഞ്ഞയക്കണം. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിറക്കുക. ചേട്ടൻ ബാത്റൂമിൽ പോയ ടൈമിൽ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിറക്കുകയാണ് കേട്ടോ. കുളിച്ച് അപ്പാടനെ ഞാൻ മുടി കെട്ടിറക്കാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചൊക്കെ ഇരുന്നുണ്ടായിരുന്നത്. അപ്പം മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിയപ്പോൾ ഞാനൊന്ന് കെട്ടിറക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര കോമഡിയാണ്. എനിക്ക് മുടി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പ്രിങ് പോലെ മുടിയായിരുന്നു. എനിക്കിങ്ങനെ മുടി ഉണ്ടാവുമെന്നും മുടിക്ക് നീളം വെക്കുമെന്ന് അങ്ങനെ സ്പ്രിങ് പോലെ അല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല നോർമലായിട്ടുള്ള ഹെയർ ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മുടിയുടെ കെട്ടിറക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേട്ടന് ചായ കൊണ്ടുകൊടുത്തപ്പോൾ ആ ചായക്ക് ചൂടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ചൂടാക്കാൻ വേണ്ടി ഇൻഡക്ഷനിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടന് ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയി. അതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്ന് പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കണം. കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് അത് സെറ്റാക്കി വെച്ച് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പരിപാടിയും കഴിഞ്ഞുമല്ലോ. അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
സത്യത്തിൽ എനിക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ. എങ്കിൽ പോലും തട്ടിക്കൂട്ടി ഓരോ മുട്ടക്കറി ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇടും, അല്ലെങ്കിൽ ഗരം മസാല ഇടും, അല്ലെങ്കിൽ ബീഫ് മസാലയൊക്കെ ഇടും. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ശരിക്കും ഈ റെസ്റ്റോറൻറ്റിനൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാറ്. പക്ഷേ എത്ര ചെയ്തിട്ടും ആ ഒരു മോഡൽ എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഞാൻ ഉള്ളി കൂടുതൽ എടുക്കുന്നുണ്ട്, പക്ഷേ തക്കാളി എടുക്കുന്നുണ്ട്. പക്ഷെ മസാലയിൽ വരുന്ന എന്തോ ഒരു ചേഞ്ചാണ് എൻ്റെ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടില്ല ഒരു മുട്ടക്കറിയൊക്കെ, അത് കിട്ടാറില്ല കേട്ടോ. പിന്നെ അതുപോലെ ബീഫ് കറി, അത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ മേടിക്കാറുണ്ടല്ലോ, അതേ ടൈപ്പിൽ ഞാൻ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി നോക്കും. പക്ഷേ ആ ഗ്രേവി കിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ടൈപ്പ് കിട്ടില്ല കേട്ടോ. അത് എന്താണ് അവ സീക്രട്ട് അറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ സാമ്പാർക്കുള്ള വെണ്ടയ്ക്കയാണ് കേട്ടോ. വെണ്ടയ്ക്ക 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി വെച്ച് കഴിഞ്ഞെങ്കിൽ അളിഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാനത് എടുത്തിട്ട് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുക്കറിലത്തെ വിസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് പിന്നെ വറുത്തിട്ടാൽ മതിയല്ലോ. അപ്പോൾ കുക്കർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വിസിലടിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ചാൽ മതി, സാമ്പാർ കഷ്ണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു വിസിലടിച്ചാൽ മതി. പിന്നെ ഞാനത് നമ്മൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല ഞാൻ ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദേ മുട്ട ഞാൻ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും രാവിലെ ചേട്ടൻ പോണതിൻ്റെ മുന്നേ എണീറ്റ് പണികളൊക്കെ തീർക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ചില സമയത്ത് എണീക്കാൻ പോലും നമുക്ക് തോന്നില്ല കേട്ടോ. മടി പിടിച്ചിങ്ങനെ ഉറക്കം ശരിക്കും നമുക്ക് മതിയാവാത്ത പോലെയൊക്കെ ആയിരിക്കും കേട്ടോ. ശരിക്കും വീട്ടമ്മമാരെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കണമല്ലേ, അവർ ശരിക്കും എന്തൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ഡ്രീംസ്, അതേപോലെ ഉറക്കമായാലും അവരുടെ എല്ലാ കാര്യങ്ങളായാലും അവരുടെ അധ്വാനമായാലും അവർ പരമാവധി ഈ പറഞ്ഞ പോലെ പ്രയത്നിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആണുങ്ങളും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ശരിക്കും വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. ഇപ്പം എൻ്റെ ചേട്ടനെന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പൊരി വെയിലത്ത് പോയിട്ടാണ് ആൾ പണിയണത് കേട്ടോ. അതിന് ഈ ചേട്ടന് ഞാൻ എല്ലാ ഇതും കൊടുക്കുള്ളൂ. കാരണം ഇത്രയും കടും ചൂടിലായാലും ചിലരെന്നാണെങ്കിൽ പോലും ഇല്ല കേട്ടോ. ചേട്ടൻ്റെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പൊരി വെയിലത്തൊന്നും പോയിട്ട് പണിയെടുക്കില്ല. പക്ഷേ എൻ്റെ ചേട്ടനാണെങ്കിൽ പോയി പണിയെടുക്കും. അതിൽ മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ എവിടെ വേണേലും ഞാൻ പറയും കേട്ടോ. കൂലിപ്പണിക്കാരൻ്റെ ഭാര്യയാണെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അന്തസ്സായിട്ട് തന്നെ പറയാനും എനിക്കറിയാം കേട്ടോ. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ആൾ ഖത്തറിൽ ഡ്രൈവറായിരുന്നു. 8 വർഷം ആൾ ഖത്തറിൽ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പോകുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു നമ്മുടെ കൊറോണയൊക്കെ വന്നത് കേട്ടോ. അപ്പം അതിന് ശേഷം എനിക്ക് ചേട്ടന് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നാട്ടിൽ ഇതേപോലെ അച്ഛൻ ചെറിയൊരു ഇതേപോലെയുള്ള ബിസിനസ്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മരപ്പണി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡ് ചേട്ടനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കേട്ടോ. പിന്നെ പൈസ ഉണ്ടല്ലോ. പക്ഷെ കുറച്ചിത്തിരി ചൂട് വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കുറച്ചിത്തിരി ടയേർഡൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ പന്താണി വെക്കുക, മരം ചുമക്കുക, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുമ്പോഴും കുറച്ചിത്തിരി പുറം വേദനയും ബാക്ക് പെയിനൊക്കെ ഉണ്ടാവും. ഓൾറെഡി ചേട്ടന് ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. ഈ ഡ്രൈവർ ആയിരുന്നല്ലോ, അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇരുന്നിട്ട് തോന്നും ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഈ മരപ്പണിക്ക് പോകുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ട്, പോകണ്ടെന്നൊക്കെ പറയും. പക്ഷേ ആൾ കേൾക്കത്തില്ല. പക്ഷെ ആളെ സമ്മതിക്കണം. അപ്പം അങ്ങനെ അതേ മുട്ടക്കറിയായി. പിന്നെ അതുപോലെ സാമ്പാറൊക്കെ വറുത്തിട്ടു. ഇനി കിച്ചൺ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണം, അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പാത്രങ്ങൾ ഇപ്പോൾ പാചകം ചെയ്തത് അവിടെ ഇരിക്കുന്നുണ്ട്, ഓക്കെ. അല്ലാണ്ട് ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ പണികളൊക്കെ അടുക്കളത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ 2 ചപ്പാത്തി എടുത്തു, മുട്ടക്കറി എടുത്ത്, ചായ എടുത്തിട്ട് ഞാൻ കഴിക്കുവാണ് കേട്ടോ. സ്വത്തുട്ടി എണീറ്റിട്ടില്ല, സ്വത്തുട്ടി ഉറങ്ങുകയാണ്. ചേട്ടൻ പിന്നെ പണിക്ക് പോയല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, അത് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന വേറെ ആരും ഇല്ലാത്ത കാരണം. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചിത്തിരി എരിവുണ്ടായിരുന്നു. മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, ഗരം മസാലയിലും എരിവുണ്ടാവുമല്ലോ, കുറച്ച് അധികം ഞാൻ ഗരം മസാല ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എരിവുണ്ടായിരുന്നു. അത് കാരണം ഇക്കിട്ടൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ചെറിയൊരു വർക്ക് ചെയ്യണമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത പ്ലാന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വത്തുട്ടി എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ സ്വത്തുട്ടിൻ്റെ പല്ലൊക്കെ തേപ്പിച്ച് ഞാൻ കുളിപ്പിച്ചു ആദ്യം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ശീലങ്ങൾ ഇനി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ 9:23 കേട്ടോ. എനിക്കൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വർക്കൊക്കെ അയച്ചു കൊടുത്തു. വർക്ക് അയച്ചു കൊടുക്കുന്നത് സ്വത്തുട്ടിയുടെ കാര്യം നോക്കലൊക്കെ ഒരുമിച്ചാണ് കേട്ടോ. സ്വത്തുട്ടി ഇപ്പോൾ കറക്റ്റ് സമയത്തിനല്ലല്ലോ എണീക്കുക, അത് കാരണമാണ് വർക്കും സ്വത്തുട്ടിയുടെ കാര്യം, വർക്കും സ്വത്തുട്ടിയുടെ കാര്യം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിൽ വലിയ ആശ്വാസമാണ്. അപ്പോൾ സ്വത്തുട്ടി ഇതേ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വത്തുട്ടിക്ക് ഇനി
എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്വത്തുട്ടിക്ക് ചപ്പാത്തിയും ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട കഴിച്ചൊന്നുമില്ല, ചപ്പാത്തി അങ്ങനെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വർക്കൊക്കെ ചെയ്ത് ഒരു 2-3 വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തുണികൾ മടക്കി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ സ്വത്തുട്ടി അവിടെ വന്നിരുന്നിട്ട് മടക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്വത്തുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഓരോ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മടിയനെ പോലെ ഇരിക്കുന്നില്ല. അപ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കും, അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യും. പരമാവധി അവർ ചെയ്യാൻ നോക്കും, പിന്നെ കൂടുതൽ ചീത്തയൊന്നും പറയുന്നില്ല. പിന്നെ ആൾക്ക് സ്പൈഡർമാൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അത് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വത്തുട്ടി പറയേണ്ട അവിടെ ഒരു കമ്മലിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ, അപ്പോൾ എനിക്ക് കമ്മലിട്ട് തരണമെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്വത്തുട്ടി എനിക്ക് കമ്മലിട്ട് തരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് കമ്മൽ ഊരാൻ പറഞ്ഞു. ഞാനൊരു കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എൻ്റെ അടുത്ത് ഊരാൻ പറഞ്ഞു. എന്നിട്ട് ആള് വെച്ച് നോക്കുകയാണ്, പക്ഷെ വെക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് മറ്റേ ബട്ടൺസ് ഇടാൻ പറ്റുന്നില്ല. റബ്ബർ പോലത്തെ ബട്ടൺ ഉണ്ടല്ലോ, അതാണ് ബാക്കിൽ ഇടാനുള്ളത്. പക്ഷെ അത് എങ്ങനെ ഇടണമെന്ന് ആൾക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാന്ന് വെച്ചാൽ ക്യാച്ച് ചെയ്യും. പക്ഷെ ആൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി നോക്കി നോക്കുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് പറ്റണില്ല, അമ്മ ചെയ്തോ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആള് ഓട്ടയിൽ ഇട്ടു, കമ്മലിട്ടു, പക്ഷെ ബട്ടൺസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇട്ടോളാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരികയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ശരിക്കും വീഡിയോയിൽ സ്വത്തുട്ടിനെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ വെച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മൂമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ മനസ്സിനൊക്കെ. അപ്പം അത് കാരണം സ്വത്തുട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ചിലർക്ക് ഈ ഒരു സീനൊക്കെ കാണുമ്പോൾ ഇഷ്ടാവുന്നില്ല, പക്ഷെ എനിക്കെന്തോ എൻ്റെ സ്വത്തുട്ടിയുടെ അത് നമ്മുടെ മക്കളുടെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് നമ്മളത് പിന്നെ ഇത് കാണുമ്പോൾ മക്കളുടെ സന്തോഷം അത് മറ്റാരേക്കാളും നമുക്ക് ആനന്ദകരമാകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ സ്വത്തുട്ടി ഇത് അപ്പുറത്തെ ചെവിയിൽ എനിക്ക് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. ചെവിയിലല്ല, കാതിലിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വത്തുട്ടി ഓട്ടയിൽ ഇട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബട്ടൺസ് ഇടാൻ പറയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൽ ആളിട്ടപ്പോൾ കറക്റ്റായി കേട്ടോ. കാരണം മാക്സിമം ആൾ ട്രൈ ചെയ്തിട്ട് തന്നെ ഇട്ടു കേട്ടോ. എനിക്കിതേപോലെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മറ്റേ തൂക്കുള്ള കമ്മലുണ്ടല്ലോ, അങ്ങനെ ചെവിയിൽ ഇങ്ങനെ തോട്ടി പോലത്തെ ഉള്ളത്, അതേപോലത്തെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് സ്റ്റെഡാണ് കേട്ടോ. അത് അവൻ അറിയില്ല, എന്നാലും അവൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഇട്ടു കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇട്ട് തരുമ്പോൾ നമ്മുടെ കവളൊക്കെ പിടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം സന്തോഷമായിരിക്കും അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൂമെൻറ്റ്സ് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കൂടെ. മറ്റേന്ന് പറഞ്ഞാൽ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയും നേരത്തെ എണീക്കും കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്വത്തുട്ടിയും ഞാനും ഹാപ്പിയാണ്. ഇനി അടുത്ത പരിപാടി എന്താ അറിയോ? അടുത്ത പരിപാടി എനിക്ക് കണ്ണും പൊട്ടും പിന്നെ പൗഡറൊക്കെ ഇട്ട് തരലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ വോയിസ് കേൾക്കണമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ പാട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കാരണം ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ കേൾക്കാതെ. ഞാൻ പാട്ടിനോടൊപ്പം താളം തുള്ളുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇരിക്കുക അമ്മ പരന്നു പോകും എന്നൊക്കെ പറയുന്നത് സ്വത്തുട്ടി കേട്ടോ. ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പൊട്ടൊക്കെ കുത്തി തരുന്നുണ്ട്, കവളത്ത് കുത്തി ഇടുന്നുണ്ട്, അപ്പുറത്തെ കവളത്തും കുത്തിടുന്നുണ്ട്, പുരുക എഴുതി തരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആളെന്നെ ഓക്കെ എന്ന് പറയും. ഒരു പൊട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, അപ്പുറത്തും ഓക്കെ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ മക്കളുടെ കൂടെ ഇങ്ങനത്തെ ടൈമൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കണ്ടല്ലോ, ശരിക്കും കുട്ടികളുടെ അടുത്ത് ഇരിക്കാൻ പറ്റാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയാത്ത കുറേ അമ്മമാരുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടിലും അതേപോലെ ജോലിക്കായിട്ടും വീട്ടുകാരെ നിർബന്ധത്താൽ ജോലിക്ക് പോകുന്നവരും പിന്നെ അതേപോലെ കഷ്ടപ്പെടുന്നവരും കുറേ പേരുണ്ടായിരിക്കും. അവരൊന്നും അത് കേട്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിപ്പോൾ ചെറുപ്പത്തിലല്ലെങ്കിൽ പോലും കുറച്ചിത്തിരി പ്രായം ചെന്നാലും അവർക്ക് ആ ഒരു തിരിച്ചറിവ് എൻ്റെ അമ്മ ഉള്ള കാരണമാണ് എൻ്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റിയെന്ന് അവർക്ക് കരുതണ ആ നിമിഷം ഉണ്ടല്ലോ, അപ്പോഴായിരിക്കും അവർക്ക് ശരിക്കും എന്താണ് നിങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ച് ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ദിവസം
ദിവസം ഉണ്ടായിരിക്കും, അവർക്കും ഒരു ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. എനിക്ക് വർക്ക് വന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മാറിയിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ട്, അവനും അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഒരുമിച്ചാണല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതേപോലത്തുള്ള ചെറിയ ചെറിയ കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീട്ടുവിശേഷമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ആക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും മെസ്സേജൊക്കെ വരുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ റെഗുലറായിട്ട് കിട്ടും, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളത് മറക്കരുത്. അപ്പോൾ സ്വത്തൊട്ട് എനിക്ക് പൊട്ടൊക്കെ തൊട്ടിട്ട് എനിക്ക് പൗഡറൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്കിനിരിക്കും, സ്വത്തൊട്ടിനെ എന്തെങ്കിലും ഫുഡ് കൊടുത്ത് വർക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും